നിങ്ങളുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ്? ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് വെച്ച് ഒരു വീട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാകും? ഒരു ഫിക്സഡ് സ്ക്വയർ ഫീറ്റ് റേറ്റിന് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന രീതി ശരിയാണോ? നമ്മൾ കൺസ്ട്രക്ഷൻ കൂടി ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന സമയത്ത് ചിലരെങ്കിലും ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ്? അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് എത്ര രൂപക്കാണ് സ്ക്വയർ ഫീറ്റിന് നിങ്ങൾ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്? ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് രണ്ട് പ്ലാൻ കാണാൻ സാധിക്കും. പ്ലാൻ എ, പ്ലാൻ ബി. ഈ രണ്ട് പ്ലാനും സെയിം സ്ക്വയർ ഫീറ്റ് ആണ്. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 1860 സ്ക്വയർ ഫീറ്റ് ആണ് രണ്ട് പ്ലാനും വരുന്നത്. പക്ഷേ പ്ലാൻ എയുടെ ടോട്ടൽ വാൾ ലെങ്ത് എന്ന് പറയുന്നത്, ടോട്ടൽ ചുവരിന്റെ നീളം എന്ന് പറയുന്നത് 120 മീറ്റർ ആണ്. എന്നാൽ പ്ലാൻ ബിയിലേക്ക് വരുന്ന സമയത്ത് പ്ലാൻ ബിയുടെ ടോട്ടൽ വാൾ ഏരിയ, ടോട്ടൽ വാൾ ലെങ്ത് എന്ന് പറയുന്നത് 114 മീറ്റർ ആണ്. 6 മീറ്റർ വാൾ ലെങ്ത് വ്യത്യാസമുണ്ട് ഈ രണ്ട് പ്ലാനും തമ്മിൽ. ഈ രണ്ട് പ്ലാനുമായി നിങ്ങളൊരു കോൺട്രാക്ടർ അടുത്ത് പോകുന്ന സമയത്ത് ഈ രണ്ട് പ്ലാൻ കൺസ്ട്രക്ഷൻ ചെയ്യാനും അവർ പറയുന്ന റേറ്റ് സെയിം ആയിരിക്കും. പക്ഷേ ഇത് റിയൽ ആണോ, ഇത്രത്തോളം വരുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ നേരത്തെ കാണിച്ച ഒരേ സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ട് പ്ലാനുകളാണിത്. ഇതിൽ ആദ്യത്തെ പ്ലാനിനേക്കാളും രണ്ടാമത്തെ പ്ലാനിന് 6 മീറ്റർ ടോട്ടൽ വാൾ ലെങ്ത് അധികമുണ്ട്. ഈ 6 മീറ്റർ വാൾ ലെങ്ത് അധികമുള്ള രണ്ടാമത്തെ പ്ലാന് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പ്ലാനിനേക്കാളും 6 മീറ്റർ അധികം പ്ലിന്ത് വർക്ക് നമ്മൾ ചെയ്യേണ്ടി വരും, ലാറ്ററേറ്റ് വർക്ക് നമ്മൾ ചെയ്യേണ്ടി വരും, ലിൻഡൽ വർക്ക് നമുക്ക് 6 മീറ്റർ അധികം വരും. ഇത്രയും ടോട്ടൽ ലാറ്ററേറ്റും കോൺക്രീറ്റും റെയിൻഫോഴ്സ്മെന്റും ലേബർ ചാർജും രണ്ടാമത്തെ പ്ലാനിന് നമുക്ക് അധികം വരും. പിന്നെ എങ്ങനെയാണ് ഒരേ സ്ക്വയർ ഫീറ്റിന് രണ്ട് പ്ലാന് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ കഴിയുക? സെയിം സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് പ്ലാനുകൾ തമ്മിൽ തന്നെ ഇത്രയും വാൾ ലെങ്ത് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ക്വയർ ഫീറ്റ് റേറ്റിന്റെ പ്രസക്തി എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇത്തരം ഫേക്ക് ആഡുകളിലും ആളുകളിലും വഞ്ചിതരാവാതിരിക്കുക.